ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ചിരുന്നപ്പോഴാണ് നെറ്റി നിറഞ്ഞു കുരുവാണ് കേട്ടോ. താരനെന്ന് മനസ്സിലായി. കുറേ കാലമായി ഇങ്ങനത്തെ താരം പോക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയുള്ളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏറ്റവും നല്ല സിമ്പിളായതും നല്ല യൂസ്ഫുൾ ആയതുമായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അതാണ് ഞാൻ വീഡിയോ എടുക്കാനും കാരണം. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. മഞ്ഞയും കൂടി ഇടാൻ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര സ്മെല്ലായിരിക്കും. എന്തായാലും നമ്മളിവിടെ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ അരച്ചെടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേനും ഈ ജാറ് കേടായിപ്പോയി. അത് കാരണം ഇതിന് പകരം വേറൊരു ജാറിലാണ് ഞാൻ അരച്ചെടുത്തത്. എന്തായാലും മുട്ടയുടെ വെള്ളയാണ് ഇതിൽ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒരു കണ്ടീഷണർ പോലെ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാം. കാരണം ഇതിൽ പൊടിയോ നമ്മൾ സാധാരണ ഉലുവയൊക്കെ തേച്ചിട്ട് ഉണ്ടാകുന്ന പോലെ മുടിയിലൊന്നും പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാനൊന്നും മറക്കരുത്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷാമ്പു ഇടുന്നവരാണെങ്കിൽ ഒട്ടും മടിക്കണ്ട കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പേസ്റ്റ്. ഇതിൽ നിന്ന് നമുക്കിനി നീരെടുക്കാം. നിങ്ങൾക്ക് തുണിയിലോ അല്ലെങ്കിൽ നമ്മൾ ചായ ഇരിക്കുന്ന അരിപ്പയിലോ എടുക്കാവുന്നതാണ്. ചായ ഇരിക്കുന്ന അരിപ്പയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലോണം വാഷ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തൊക്കെ നമുക്ക് ചായയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചായ ഇരിക്കുന്ന അരിപ്പയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നന്നായിട്ട് പേസ്റ്റ് മുഴുവനും അരിപ്പയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് പതുക്കെ അമർത്തി കൊടുക്കുമ്പോൾ അതിലോട്ട് നീര് വന്നോളും. അപ്പോൾ ഇത് ഫുള്ളായിട്ടും അതിൻ്റെ നീരെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നീരാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തലയിൽ തേക്കുന്നതിന് മുമ്പായി എന്ത് ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തലയിൽ കുറച്ച് എണ്ണ തലമുടിയിലും സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് തേക്കണം. കാരണം ഹെയർ പാക്ക് എല്ലാം നമ്മുടെ മുടീനെ ഡ്രൈ ആക്കുന്നതാണ് കേട്ടോ. അതല്ലാതെ അത് ഒരു എന്താ പറയുക ഓയിലി ഫീലിംഗ് ഒരു ഹെയർ പാക്ക് നമുക്ക് തരില്ല. എല്ലാം ഡ്രൈ ആക്കും. അത് കാരണം ഡ്രൈ ആവാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത്. പിന്നെ കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിലോ ഇത് ഒഴിച്ചിട്ട് നമുക്കിത് തലയിൽ ഓരോ ഭാഗത്തും അല്ലെങ്കിൽ ഓരോ വരിപ്പിലായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണോ താരൻ അവിടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ജലദോഷമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അലർജീസൊക്കെ വരുന്നവർ ഇങ്ങനെയുള്ള ഹെയർ പാക്കൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞു. ഹെയറൊക്കെ നല്ല സ്റ്റിഫായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് മുട്ടയുടെ വെള്ളയും കൊണ്ട്. ഇനി എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാമേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതേ നമ്മുടെ മുടിയൊക്കെ നല്ല എന്താ പറയുക ഓരോന്നും വേറെ നിൽക്കണ പോലെ ഫീലിംഗ് ആണ്. പിന്നെ ഇത് നല്ലൊരു ഹെയർ പാക്കാണ്. എല്ലാവരും യൂസ് ചെയ്യാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അവർക്കൊന്നും വെച്ച് കൊടുക്കരുത്. അല്ലാതെ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. താരം പോക്കാൻ ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ്. നമുക്കധികം ഒരു കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും അല്ല, നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സവാളയൊക്കെ എടുത്താലും മതിയാവും. നമുക്കതിന് ആവശ്യത്തിന് ഒരു നീര് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.